വെള്ളൂർ മുളക്കുളം ചന്തപാലം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. 112 കോടി രൂപ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച റോഡ് കരാർ കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തീകരിച്ചിട്ടില്ലെന്നും നിലവിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാരോപിച്ച് വെള്ളൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത്. മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുമെന്ന് അവകാശപ്പെട്ട് പണി ആരംഭിച്ച വെള്ളൂർ മുളക്കുളം ചന്തപാലം റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് വെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത്. 112 കോടി രൂപ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച റോഡ് കരാർ കാലാവധി കഴിഞ്ഞിട്ടും 30% വരെ മാത്രമാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നും നടന്ന പ്രവൃത്തിയിൽ പോലും വളരെയധികം അപാകത ഉള്ളതായും ക്രമക്കേട് നടന്നതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഗവൺമെന്റ് ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ, പൊതുവിദ്യാലയം, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, ബാങ്കുകൾ, മാവേലി സ്റ്റോർ, വ്യാപാര സ്ഥാപനങ്ങൾ, വിവിധ ആരാധനാലയങ്ങൾ, മറ്റു ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള ഏക സഞ്ചാരമാർഗമാണ് ഈ റോഡ്. റോഡ് ഉപരോധവും പല പ്രതിഷേധ സമ്മേളനങ്ങളും നടത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ MLA-യുടെയോ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് VC ജോഷി അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സിബിച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MK ഷിബു, വൈക്കം നിയോജക മണ്ഡലം കൺവീനർ B അനിൽകുമാർ, ജെയിംസ് ജോസഫ്, തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് KD ദേവരാജൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് TK കുര്യാക്കോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK ഷാജി, INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം SS മുരളി, മണ്ഡലം ഭാരവാഹികളായ വേണു പലക്കാട്ട്, B സുകുമാരൻ നായർ, VM ജോണി, പോൾ സെബാസ്റ്റ്യൻ, ചന്ദ്രൻ കോതേടൻ, PS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നവംബറിൽ കാലാവധി കഴിഞ്ഞതാണ്. കോൺട്രാക്ട് ഉപേക്ഷിച്ചു പോയി. ഇനി വീണ്ടും റീടെൻഡർ ചെയ്ത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി റീടെൻഡർ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അതിനൊക്കെ വലിയ കാലതാമസമുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിൽ നടന്നിരിക്കുന്ന വലിയ ക്രമക്കേടുകളുണ്ട്. ആ ക്രമക്കേടുകളെ കുറിച്ച് വിജിലൻസ് അന്വേഷണം മാത്രം നടത്തിയാൽ പോരാ, ED അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഈ യോഗത്തിലൂടെ. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്